ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. അതും നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്കൊന്നുണ്ടാക്കി നോക്കാം. സ്കൂളിലേക്ക് നമുക്ക് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി കേക്കാട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് റവയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പ് റവയിലേക്ക് ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ ക്യാരറ്റിൽ 3 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ്, അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സി ജാറിൽ ഒരു 2-3 മിനിറ്റ് നല്ലോണം തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ച ഈ ഒരു ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്കിത് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇരുന്നോട്ടെ. റവ ആയത് കാരണം വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്നത് വരെ കുറച്ച് നേരം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും സെറ്റായി വരും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് വേണം, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സോഡാപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സായി വരുമ്പോൾ നമുക്ക് വേണ്ടത് വിനീഗറാണ്. ഏകദേശം 1 സ്പൂൺ അത്രയൊക്കെ ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് നമുക്കതും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ സോഡാപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ അപ്പോൾ വിനീഗർ ചേർക്കുമ്പം നല്ലോണം ഒന്ന് പൊന്തി വരാനും ഭയങ്കര സോഫ്റ്റ് ആവാനൊക്കെ നമുക്കത് സഹായിക്കും കേട്ടോ. പിന്നെ വിനീഗർ ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ ഒന്നും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വേഗം തന്നെ ആകും, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്കതൊന്ന് എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്, കാണാനും അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് സ്കൂളിലേക്കൊക്കെ സ്നാക്കാക്കിയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.